നമുക്ക് ബ്ലോക്ക് 2 കിടക്കാം. ബ്ലോക്ക് 2 പറയുന്ന സോഴ്സിങ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. പേര് പറയുന്ന പോലെ തന്നെ എവിടെ നിന്നൊക്കെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് കളക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഒരു ബേസിക് ഐഡിയ പറയുകയാണ്, എനിക്കറിയില്ല എൻ്റെ കണ്ടൻറ് എന്താണ്. സാധാരണ നമുക്ക് 2 സോഴ്സ് ഉണ്ട്, ഇൻറ്റേർണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ട്. എക്സ്റ്റേണലാണ് നമ്മൾ പൊതുവെ കാണുന്ന എല്ലാ പരിപാടികളും. ഇൻറ്റേർണൽ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്കകത്തുള്ള ജോലിക്കാരെ തന്നെ മുകളിലേക്കുള്ള ഒഴിവുകളിലേക്ക് പ്ലേസ് ചെയ്യുന്ന പരിപാടിയാണ്. എക്സ്പീരിയൻസ് ഉള്ള സബോർഡിനേറ്റുകളെ സൂപ്പർവൈസറുകളൊക്കെ ആയിട്ട് മേലോട്ട് പ്ലേസ് ചെയ്യുമല്ലോ. അതാണ് ഒരു ഇൻറ്റേർണൽ ഹ്യൂമൻ റിസോഴ്സ് സോഴ്സ് എന്ന് പറയുന്നത്. ഒറ്റവാക്കി പറഞ്ഞാൽ നമുക്ക് ജോലിക്ക് ആളെ കണ്ടെത്താനുള്ള ഇൻറ്റേർണൽ വഴികൾ, കമ്പനിയുടെ വെളിയിൽ പോകാത്തുള്ള വഴികൾ. അപ്പോൾ ഇൻറ്റേർണലുണ്ട്, എക്സ്റ്റേണലുണ്ട്. എക്സ്റ്റേണലാണ് നമ്മൾ സാധാരണ കാണുന്ന ഒരു പരിപാടി. ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നോക്കാം. 7 യൂണിറ്റ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് അനാലിസിസ്, ഡിസൈൻ, ഇവാലുവേഷൻ, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ. ഓക്കെ, നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ അകത്ത് വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? HRP. ഒരു കാര്യം ഓർക്കുക, ഈ ഒരു ഷോർട്ട് ടേം ഒക്കെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കണം. ചിലപ്പോൾ HRP എന്നൊക്കെ ആയിരിക്കാൻ പറഞ്ഞത്, അറിയത്തില്ല. ചില എക്സാമുകൾക്ക് അങ്ങനെ ഒരു നേച്ചറുണ്ട്. ഈ അവരുടെ മെറ്റീരിയലിൽ പറയുന്ന ഷോർട്ട് ഫോമുകൾ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സംഭവം. മെറ്റീരിയൽ നോക്കി പഠിച്ചാൽ മാത്രം പരീക്ഷ എഴുതിയാൽ മതി എന്നുള്ളൊരു വൃത്തിയിട്ട ചിന്താഗതി. അതുകൊണ്ട് അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലുണ്ടാകട്ടെ. HRP മീൻസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. HR എപ്പോഴും ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കും. P ആണോ S ആണോ എന്നൊക്കെ നോക്കിപ്പോയാൽ മതി. നേരത്തെ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സിനെ SHRM എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വരണം. നോക്കി, എന്തിനാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ചെയ്യുന്നത്? നമുക്ക് ഒറ്റ വാക്കി പറഞ്ഞാൽ എത്ര വേണമെന്നറിയണം. അല്ലാതെ എന്താവാൻ പാടില്ല, അണ്ടർ എംപ്ലോയിഡ് ആവാൻ പാടില്ല ആൾക്കാർ. ആ ഒരു വാക്ക് മനസ്സിലുണ്ടാവട്ടെ, അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു ജോലി, ഒന്ന് നമ്മൾ PSC കാണുന്നൊരു ചോദ്യമാണ്. ഒരു മതിൽ കെട്ടാൻ എത്ര പേര് മതി? 5 പേരുടെ ആവശ്യം മതി. 5 പേര് നിന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ മതിൽ കെട്ടി തീർക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് നമ്മൾ 8 പേര് നിർത്തുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ 3 പേരുടെ ആവശ്യം അവിടെ ഉണ്ടോ? ഇല്ല. അവർ വന്ന സ്ഥിതിക്ക് കയ്യാളായിട്ടും അങ്ങനെ കയറി പോവും, അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ എത്ര പേര് മതി? 5 പേര് മതി ഒരൊറ്റ ദിവസം കൊണ്ട് ആ മതിൽ കെട്ടി തീർക്കാൻ. അപ്പോൾ ഈ 8 പേര് വരുമ്പോൾ ആ 3 പേരെന്താണ്, ഒരാവശ്യമില്ലാതെ കയറി വന്നവരാണ്. അവർക്ക് വേണ്ടത്ര പണി കാണത്തില്ല അവിടെ. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം? ശമ്പളം കൊടുക്കണം. വല്ല ആവശ്യമുണ്ടോ ആ 3 പേർക്ക് ശമ്പളം കൊടുക്കേണ്ട? ആ 3 പേരില്ലെങ്കിലും പണി നടന്നു പോവും. ഇതുപോലെയാണ് നമ്മുടെ HR പ്ലാനിങ്ങിൻ്റെ കാര്യം. നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അനാവശ്യമായിട്ട് ഒരാളെ വിളിച്ച് വരുത്തി ചിലവുണ്ടാക്കി വെക്കാൻ പാടില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി. ഈ പറയുന്ന പല പോയിന്റുകളാണെങ്കിലും എല്ലാത്തിൻ്റെ ഒരു സാരം ഈ പറഞ്ഞ സാധനമാണ്. അപ്പോൾ അനാവശ്യമായിട്ട് ആൾക്കാരെ നമ്മൾ എടുക്കാൻ പാടില്ല. എന്നാൽ വേണ്ടത്ര ആൾക്കാരുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഈ 2 കാര്യങ്ങളാണ്. എംപ്ലോയീസ് എന്ത് ചെയ്യാൻ പാടില്ല? കുറഞ്ഞു പോകാനും പാടില്ല, കൂടിപ്പോകാനും പാടില്ല. ഈ കാര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ചെയ്യുന്നത്. ഈ പോയിൻറ്റ്സ് ഒന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നീഡ് പറയുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ. അതെ, നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അനാവശ്യമായിട്ട് എംപ്ലോയീസിനെ എടുക്കാനും പാടില്ല. എന്നാൽ നമുക്കിവിടെ ആവശ്യമുള്ള സമയത്ത് പുറത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അൺഎംപ്ലോയ്ഡായിട്ട് നിൽക്കാനും പാടില്ല. പിന്നെ ഈ ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആൾക്കാരുടെ ചേഞ്ച് വരും. ഇപ്പോൾ വലിയൊരു ഉദാഹരണമാണ് AI കാര്യമല്ലേ. AI വന്നപ്പോൾ പലർക്കും ജോലി പോയി, എന്നാൽ വേറെ പല ആൾക്കാർക്കും ജോലി കിട്ടി. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഈ AI അതിൻ്റെ വരവിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഒരു വഴിയെന്ന് പറയുന്നത് നിലവിലുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യുക? ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെ ആരാ പ്ലാൻ ചെയ്യുന്നത്? HR ഹ്യൂമൻ റിസോഴ്സ് മാനേജറിൻ്റെ പ്ലാനിങ്ങിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമ്പോഴോ, നമ്മൾ ലൊക്കേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ട്. ഡെമോഗ്രാഫിക് മീൻസ് എന്തോ ലൊക്കേഷൻ, അവരുടെ ഏജ്, സെക്സ്, ലിറ്ററസി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, സ്കിൽ റിക്വയർമെൻറ്റിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ, സ്കിൽ ഷോർട്ടേജ് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമുക്കിപ്പോൾ ഗ്രാഫിക് ഡിസൈനേഴ്സിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാലറി പാക്കേജിന് കിട്ടാനില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു പോവാണ്. എക്സാമ്പിൾസ് പരീക്ഷയ്ക്ക് എഴുതാൻ ഒരുപാട് ഉപകാരപ്പെടുന്ന സാധനമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് എന്ത് കിട്ടാൻ സാധ്യതയില്ല? ഗ്രാഫിക് ഡിസൈനേഴ്സിനെ കിട്ടുന്നില്ല. നമ്മൾ പറഞ്ഞ സാലറി പാക്കേജിന് ഗ്രാഫിക് ഡിസൈനേഴ്സിന് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻവ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ക്യാൻവയ്ക്ക് ഉപയോഗിക്കാൻ അറിയാമെന്നുള്ളവർക്ക് മിനിമം ഗ്രാഫിക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കേണ്ട? ഈ മറ്റേ ഫോട്ടോഷോപ്പ് ചെയ്യുന്നവനെ ഈ പറഞ്ഞ വലിയ റേറ്റിന് എടുക്കുന്നേക്കാളും ക്യാൻവ പോലത്തെ ഫ്രീ സോഫ്റ്റ്വെയർ നല്ലപോലെ യൂസ് ചെയ്യാൻ അറിയുന്നുള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി? ചെറിയ ശമ്പളത്തിന് ഹയർ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഓക്കെ, ഈ പറഞ്ഞ പോലെ പല റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണമെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ടാവും. അതിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്ലാനിങ് ചെയ്ത് തീരുമാനിക്കേണ്ടി വരും. അങ്ങനെ എവിടെയൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ കുത്തിയിരുന്ന് പ്ലാൻ ചെയ്യേണ്ടി വരുന്നതെന്നുള്ളത് പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം, ഉറപ്പായിട്ടും ചോദിക്കാം. ഡിറ്റർമിനൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഡിറ്റർമിനൻസ് മീൻസ് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളെ പ്ലാനിങ്ങിൻ്റെ ഓരോ തീരുമാനങ്ങളെ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇൻറ്റേർണൽ ഫാക്ടറും പഴയ കാര്യങ്ങൾ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഹെഡിങ് മാത്രമേ മാറിയുള്ളൂ. ഡിറ്റർമിനൻസ് ഓഫ് HR പ്ലാനിങ്ങിന് മാത്രമേ ഒന്നുള്ളൂ. നേരത്തെ നമ്മൾ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതേ കാര്യങ്ങളാണ്, ഇൻറ്റേർണലും എക്സ്റ്റേണലും.
ഇൻറ്റേർണൽ പോളിസി, ഇൻറ്റേർണൽ റിക്വയർമെൻറ്റ്, ഇൻറ്റേർണൽ ടൈം ഹൊറിസൺ, അങ്ങനത്തെ സാധനങ്ങൾ. എക്സ്റ്റേണൽ പറയുമ്പോൾ ഗവൺമെൻറ് പോളിസി ഉണ്ട്, പിന്നെ എക്കണോമിക് ലെവല്, ബിസിനസ് എൻവയൺമെൻറ്റ്, ടെക്നോളജി, അങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ നമ്മൾ നോക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാൻ ചെയ്യാൻ നേരത്ത്. ഇവിടെ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ വേർതിരിച്ചതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക. ഇൻറ്റേർണൽ മീൻസ് ദാറ്റ് ആർ അണ്ടർ അവർ കൺട്രോൾ, എക്സ്റ്റേണൽ ഇസ് ബിയോണ്ട് അവർ കൺട്രോൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയില്ല, എന്നാലും ചോദിച്ചേക്കാം. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്? അപ്പം ബേസിക്കലി ഇത് വേർതിരിക്കാൻ മറന്നു പോകരുത്. ഇൻറ്റേർണലും എക്സ്റ്റേണലും ഒന്ന് രണ്ടായിട്ട് പറയാൻ മറന്നു പോകരുത്. ഓക്കെ, ദെൻ കമ്പനി പോളിസീസൊക്കെ അതൊക്കെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. ലെവൽസ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. നാഷണൽ ലെവൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഉണ്ട്. ഇത് ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയും ഇട്ടിട്ട് ജനറലായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ജനറലി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എവിടെ നടക്കണം? നാഷണൽ ലെവലിൽ നടക്കണം. ഓരോ വർഷവും എത്ര പേർക്ക് ജോലി കൊടുക്കണം, ഒരു പിന്നെ സെക്ടറിൻ്റെ അകത്ത് എത്ര പേർക്ക് പുതുതായിട്ട് ജോലി കിട്ടുമെന്നൊക്കെ നമ്മൾ ബഡ്ജറ്റൊക്കെ ഇടുമ്പം വർഷം തോറും പറയുന്ന വാഗ്ദാനങ്ങൾ പറയാറുണ്ടല്ലേ. അപ്പോൾ അതെന്താണ്? നാഷണൽ ലെവലിൽ നടക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഇതേ സാധനം സെക്ടർ ലെവലിൽ നടക്കാം. നേരത്തെ പറഞ്ഞ സാധനമാണ്. ഓരോ സെക്ടറിലും എത്ര പേര് എംപ്ലോയിഡ് ആവുന്നുണ്ട്, എത്ര പേര് നമുക്ക് റിക്വയർമെൻ്റ് ഉണ്ട്, എത്ര പേര് ക്വാളിഫൈഡ് ഉണ്ട്, എത്ര പേര് നമുക്ക് എടുക്കാനുള്ള ഇൻടേക്ക് കപ്പാസിറ്റി ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോ സെക്ടർ വഴി നോക്കാറുണ്ട്. ഓരോ ഇൻഡസ്ട്രി, ഓരോ പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നോക്കാറുണ്ട്. ഇൻഡസ്ട്രിയും കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ ഒരു പ്രത്യേക പ്രൊഡക്റ്റോ ഒരു പ്രത്യേക സർവീസോ കൊടുക്കുന്ന കമ്പനികളുടെ ഒരു ഗ്രൂപ്പിനാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റബ്ബർ മാനുഫാക്ചറിങ്, റബ്ബർ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ, റബ്ബർ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്, MRF എന്ന് പറയുന്നത് എന്താണ്? അതിലൊരു കമ്പനിയാണ്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടാവട്ടെ. യൂണിറ്റ് ലെവൽ മീൻസ് ഓരോ കമ്പനിയും അല്ലെങ്കിൽ ഓരോ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിനും ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് പറയുന്നുണ്ട്. ആദ്യം എന്താ പറയുക, നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ്, ജനറലായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ ഒന്ന് പഠിക്കുക. നിലവിൽ എന്തൊക്കെ ക്വാളിഫൈഡ് ആൾക്കാർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, എന്ത് ടൈപ്പാണ് അവരുടെ റിയാക്ഷൻ പലതിനോടും, അല്ലെങ്കിൽ ഇന്നൊരു സാലറി കിട്ടിയാൽ അവർ സാറ്റിസ്ഫൈഡ് ആവും, അങ്ങനത്തെ ഹ്യൂമൻ റിസോഴ്സിനെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പുതിയൊരു യൂണിറ്റ് നമ്മൾ അവരുടെ അടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇത്ര ആൾക്കാർ ആവശ്യം വരും എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് പ്ലാൻ ചെയ്യുക. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സപ്ലൈ ഫോർകാസ്റ്റ് ചെയ്യും. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തതുപോലെ സപ്ലൈ ഫോർകാസ്റ്റ് ചെയ്യുക. സപ്ലൈ ഫോർകാസ്റ്റ് ചെയ്യുക മീൻസ് എന്താണ്? നമ്മൾ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പരസ്യം കൊടുത്താൽ എത്ര പേര് അതിനോട് റിയാക്ട് ചെയ്യും, എത്ര പേര് റെസ്പോണ്ട് ചെയ്യും, എത്ര പേര് നമ്മളെ കമ്പനിയോട് ഇൻട്രസ്റ്റ് കാണിക്കും എന്നുള്ളത് നമുക്കൊരു ഊഹം കണ്ടെത്താൻ പറ്റും. അതിന് ഏറ്റവും വലിയ പരിപാടി പാസ്റ്റ് ഡേറ്റ തന്നെയാണ്, മുൻ വർഷങ്ങളിലുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ ഫോർകാസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തും. ഡിമാൻഡാണോ സപ്ലൈ ആണോ കൂടുതൽ? ഫോർ എക്സാമ്പിൾ, ഡിമാൻഡ് കൂടുതലാണ്, നമ്മളെ ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ അത്രയ്ക്ക് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ നമ്മൾ എന്ത് തീരുമാനം എടുക്കണം? ഇതാണ് സത്യം പറഞ്ഞ ഒരു HR മാനേജർ ചിന്തിക്കുന്നൊരു ലെവല്. നമുക്ക് ഒരുപാട് പേര് ആവശ്യമുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിക്ക് നമ്മളെ കമ്പനിയിൽ ആളെ കിട്ടത്തില്ല. അപ്പം നമ്മളവിടെ എന്ത് തീരുമാനിക്കണം? ഓക്കെ, അപ്പം നമ്മളെ കൊടുക്കുന്ന ഓഫറിങ് ഒന്ന് കയറ്റി വെക്കണം, എന്നാലേ ആൾക്കാർ കുറച്ചും കൂടെ അട്രാക്റ്റഡ് ആവും. അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ഇനി നേരെ തിരിച്ചാണ്. ഓക്കെ, നമുക്ക് ഡിമാൻഡ് അധികമല്ല, പക്ഷേ നമ്മളൊരു ആൾ ആവശ്യമുണ്ടെന്ന് പരസ്യം കൊടുത്താൽ ലക്ഷക്കണക്കിന് പേര് വന്നു കയറും. അതാണ് ഇപ്പോഴത്തെ ഒരു സത്യാവസ്ഥ, ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ ഇതാണ്. ഒരു ഓഫീസ് അസിസ്റ്റൻറ്റ് ഞാൻ പണ്ടെന്നോ ഒരു അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. 1.5 ലക്ഷം ആൾക്കാർ ഒരു ഓഫീസ് അസിസ്റ്റൻറ്റ് ഒഴിവിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. ഒരു സാധാരണ ഒരു കമ്പനി, കേട്ടിട്ടില്ലാത്തൊരു കമ്പനിക്ക് വേണ്ടി. അത്ര ഉണ്ട് ഇപ്പോഴത്തെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് കൂടുതൽ? സപ്ലൈ കൂടുതലാണ്. നമുക്ക് ആൾക്കാർ എത്ര വേണമെങ്കിലും കിട്ടും, പക്ഷേ നമുക്ക് എന്തേ ഉള്ളൂ, അത്ര ആൾക്കാർ എടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കുറച്ച് ഹാർഡാക്കും. ഒരുപാട് പേരെ എടുത്ത് വെളിയിൽ തള്ളിയിട്ട് വളരെ ചുരുക്കം പേരെ മാത്രം എടുക്കുന്ന രീതിയിൽ ഹാർഡാക്കും. ഇങ്ങനത്തെ തീരുമാനങ്ങളാണ് പ്ലാനിങ്ങിൻ്റെ അകത്ത് വരുന്നത്. HR പ്രോസസ്, അനലൈസിങ്, ഓപ്പറേഷൻ, ഡിമാൻഡിങ്, ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രെൻഡ് അനാലിസിസ് ചെയ്യാൻ പറ്റും. ട്രെൻഡ് അനാലിസിസ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് ചെയ്തിട്ടുള്ളവർക്കറിയാം. അതായത് ഇത്ര വർഷം ഇതായിരുന്നു, അടുത്ത വർഷം ഇത് ഇങ്ങനെ പോയി, അടുത്ത വർഷം ഇങ്ങനെ പോയി, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇത് കണ്ടല്ലോ, പാറ്റേൺ കണ്ടല്ലോ, ഇവിടെ പൊങ്ങി ഇവിടെ താന്നു, ഇവിടെ പൊങ്ങി ഇവിടെ താന്നു. ഈ ഒരു പാറ്റേൺ ഇനിയും ഫോളോ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇങ്ങനെ ഈ ഗ്രാഫ് തുടർന്ന് പോകും. ഇനിയുള്ള വർഷങ്ങളിൽ ഇങ്ങനെ തുടർന്ന് പോകും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഊഹിക്കാൻ പറ്റും.
അത് തന്നെയാണ് ഈ ട്രെൻഡ് അനാലിസിസ്, ട്രെൻഡ് പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് അവിടെ പറയുന്നത്. പിന്നെ മോഡലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, മോഡലുകൾ ഫങ്ഷനുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് അതൊക്കെ നിങ്ങൾക്കിപ്പോൾ എത്ര പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പരിപാടിയാണ്. അത്ര അറിഞ്ഞിരുന്നാൽ നിങ്ങൾ തൽക്കാലം തല പോയിക്കേണ്ട. അത്ര അറിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പരിപാടികൾ, മോഡലുകൾ ഡെവലപ്പ് ചെയ്ത്, മോഡൽ മീൻസ് നമുക്ക് മനസ്സിലാക്കും ഒരു ഫംഗ്ഷൻ ഡെവലപ്പ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 12x+5 എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, 15x+5 എന്ന് പറയുകയാണ്. അവിടെ ഈ എക്സിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഫോർമുല സെറ്റ് ചെയ്തൊക്കെയാണ്. ഇതിൻ്റെ ഞാൻ പറയുന്നത് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ കൊടുക്കുന്ന ശമ്പളമാണ്. ഞാൻ ശമ്പളം കൂട്ടിക്കൊണ്ടിരിക്കും തോറും എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ലെവൽ മാറിക്കൊണ്ടിരിക്കും എന്ന് പറയും പോലെ. ഇതുപോലെ ഒരു മോഡൽ എല്ലാവരും ചിലരൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവും, എന്ത് ചേഞ്ച് വരുത്തിയാൽ അവരുടെ പിന്നെ ആൾക്കാരെ കിട്ടാനുള്ള ആ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു സപ്ലൈ ലെവലിൽ വ്യത്യാസം വരുമെന്ന് മനസ്സിലാവും. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് മീൻസ് നമുക്ക് പ്രോപ്പർ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിൽ എന്താ നോക്കുന്നത്, മെഷറബിൾ അല്ല, ബട്ട് എന്തെങ്കിലും ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടായിരിക്കും നോക്കുന്നത്. എക്സ്പേർട്ടുകൾ അവരുടെ എന്ത് പറയും, അവരുടെ അഭിപ്രായം, എക്സ്പേർട്ടുകളുടെ അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് എന്താ പറയുക, അക്സെപ്റ്റബിൾ ആണില്ല എന്ന് പറയുന്നില്ല. പിന്നെ ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പേർട്ടുകൾ യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ അതിനൊരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടെന്നേ ഉള്ളൂ. ഒരാൾ ചെയ്ത സാധനത്തെ മറ്റാൾ ഒന്നും കൂടെ അനലൈസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഫോർകാസ്റ്റ് ചോദിക്കാം, ഡിമാൻഡ് സപ്ലൈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളൊന്നും മനസ്സിലുണ്ടായിരുന്നാൽ മതി. അപ്പോൾ ഒന്ന് നമ്മളെന്ത് പറഞ്ഞു, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഇനി നോക്കുന്നത് സപ്ലൈ എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യാം. സപ്ലൈ ഫോർകാസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ, എത്ര വരെ നമുക്ക് ജോലിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റേ ഡിമാൻഡ് നമുക്ക് പിന്നെയും കുഴപ്പമില്ല, കാര്യം എന്താ, നമ്മളെ സ്വന്തം കാര്യമില്ലേ, നമുക്ക് എത്ര പേരെ വേണമെന്നുള്ളത് കണ്ടെത്താൻ പിന്നെ എളുപ്പമാണ്. പക്ഷേ സപ്ലൈ അങ്ങനെയല്ല. സപ്ലൈ കിട്ടുന്നത് എങ്ങനെ അറിയാൻ പറ്റും, ഒന്ന് ഇൻറ്റേർണൽ സോഴ്സസിൻ്റെ അകത്ത് നോക്കും. ഓക്കെ, ഇതെല്ലാം മെത്തേഡുകളാണ് പറയുന്നത്, ഞാൻ അതിലേക്ക് എത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകണ്ട. ഇൻറ്റേർണൽ സോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു സബോർഡിനേറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്കിപ്പോൾ മാനേജർ പോസ്റ്റിലാണ് ഒഴിവുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, മാനേജറിലേക്ക് സജസ്റ്റ് ചെയ്യും. നമ്മുടെ അകത്തിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, കണ്ടെത്താൻ നോക്കും. അതിന് ഒരുപാട് ടെക്നിക്കുകൾ പറയുന്നുണ്ട്. ഒന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. സിമ്പിൾ സാധനമാണ്. എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. അത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ പത്രത്തിൽ പരസ്യം കൊടുത്തും അല്ലെങ്കിൽ ആപ്പുകളിലൊക്കെ പരസ്യം കൊടുത്തൊക്കെ നമുക്ക് സപ്ലൈ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരുടെ ഒരു അപ്രോച്ച് മനസ്സിലാവും. വർഷങ്ങളോളം ഉള്ള ഈ അപ്രോച്ചിൻ്റെ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഫോർകാസ്റ്റ് എന്നൊരു സാധനം കണ്ടാൽ ഓർക്കുക, എവിടെ നിന്നേ പറ്റത്തുള്ളൂ, പാസ്റ്റ് ഡേറ്റ അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക, പ്രൊജക്ഷൻ ചെയ്യുക. ഇതാണ് ആ പ്രോസസ്സ്. ആദ്യം പാസ്റ്റ് ഡേറ്റ എടുത്ത് അനലൈസ് ചെയ്യണം, അതുവഴി ഈ ട്രെൻഡ് മനസ്സിലാക്കണം. ട്രെൻഡ് മനസ്സിലാക്കിയാൽ പ്രൊജക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എവിടെ പ്രൊഡിക്ഷൻ വന്നാലും ഈ ഒരു സാധനം മനസ്സിലുണ്ടാവട്ടെ. ഗ്യാപ്പ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഡിമാൻഡ് സപ്ലൈ തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. നമ്മളത്തെ പറഞ്ഞല്ലോ. അവിടെ നമ്മൾ റീകൺസിലേഷൻ ചെയ്യണം. റീകൺസിലേഷൻ മീൻസ് എന്തുകൊണ്ട് ഈ ഗ്യാപ്പ് വന്നു എന്ന് മനസ്സിലാക്കണം. പ്ലാൻ ഓപ്പറേറ്റീവ് ഫോർമുലേഷൻ, ഓക്കെ, പ്രൊഡക്ടിവിറ്റി പ്ലാൻ, റിക്രൂട്ട്മെൻറ്റ് പ്ലാൻ, ഓക്കെ, ഇതൊക്കെ പ്ലാനിൻ്റെ ഇൻറ്റേർണൽ ക്ലാസിഫിക്കേഷനാണ്. ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്ലാനുകളാണ് ഈ പറയുന്ന സാധനങ്ങൾ. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അസിസ്റ്റൻറ്റ് കൗൺസിൽ ഓപ്പറേറ്റിംഗ് മാനേജർ ടു പ്ലാൻ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കാം. സിമ്പിൾ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നത് നമ്മൾ കയ്യിൽ നിന്നിട്ട് എഴുതേണ്ട സാധനങ്ങളായതുകൊണ്ടാണ്. അതൊന്നും കാണാൻ പഠിക്കാൻ നിൽക്കരുത്. കോർ കണ്ടൻറ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ. പിന്നെ അതിൻ്റെ അകത്തുള്ള പ്രോബ്ലംസ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ഇതും നമുക്ക് എവിടെയും ജനറലായിട്ട് പറയാൻ പറ്റുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യുമ്പോൾ 100% ആക്യുറസിയോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്ലാൻ ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ നമുക്ക് വെളിയിൽ നിന്ന് ആളെടുക്കുന്നത് അകത്തുള്ളവർ റെസിസ്റ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. കാര്യം അവരുടെ ജോലിയെ ബാധിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാവും അല്ലേ, പുതിയൊരാളെ എടുക്കുമ്പോൾ. അപ്പോൾ അവരുടെ ഒരു റെസിസ്റ്റൻസ് മീൻസ് അവരൊന്ന് വേണ്ടാന്ന് പറഞ്ഞ് തടസ്സം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അൺസർട്ടനിറ്റി ഉണ്ട്, ഓഫ് കോഴ്സ്. പിന്നെ ഇൻഫർമേഷൻ ഇൻഎഫിഷ്യൻസി ഉണ്ട്. സമയം പൈസയും ചിലവാക്കുന്ന പരിപാടിയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം എന്താണ്, നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യാതിരിക്കുന്നില്ല, ചെയ്യും. ഈ ലിമിറ്റേഷൻസ് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളൊരു കാര്യം ഇവരുടെ മനസ്സിലുണ്ടാവും എന്നേ ഉള്ളൂ. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഗൈഡ് ലൈൻസ് ഫോർ എഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് എങ്ങനെ ഓവർകം ചെയ്യാം, നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക്
പിന്നെ ബാലൻസ് ചെയ്ത രീതിയിലായിരിക്കണം പോകുന്നത്. ഓക്കെ, കറക്റ്റ് ടൈമിൽ ചെയ്യാൻ നോക്കുക. ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പോകും. അതൊക്കെ ജനറലായിട്ട് പറയുന്നതാണ്. ഓക്കെ, ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട് വേണം, എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കണം, ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് പലരും ചെയ്യാൻ പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സോഹോ പോലുള്ള സാധനങ്ങളുണ്ട്. ഈ സോഹോ പോലുള്ള സാധനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അനലിറ്റിക്കൽ പാർട്ടുണ്ട്, പലർക്കും അറിയില്ല. ഈ അനലിറ്റിക്കൽ പാർട്ട് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? ഈ പറഞ്ഞ നമുക്കിപ്പം വരുന്ന ജോലിക്കാർ അവർ എത്ര പേര് ലേറ്റായിട്ട് വരുന്നുണ്ട്, എത്ര പേര് കറക്റ്റ് ടൈമിന് വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ജോലിക്കാരെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടും. ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മുടെ കയ്യിൽ പിന്നെ അവൈലബിളായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. എന്തിനാണ്? നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഇനി എത്ര വേണമെന്നുള്ള പ്ലാനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ കണ്ടില്ല, ക്വസ്റ്റ്യൻ കണ്ടില്ല. ഇവിടെയും അവർ ഈ എഴുതാനുള്ള ബുദ്ധിമുട്ട് കാരണം HRP എന്നാണ് എഴുതി പോയിരിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? അങ്ങനെ ഒരു അപ്രോച്ച് പലർക്കും ഉണ്ട്. എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRP നമ്മൾ പറഞ്ഞു. പ്രോസസ്സ് ഓഫ് HRP എന്താണ് നമ്മൾ പറഞ്ഞതായിരുന്നു. ആ ഒരു ഫ്ലോ ചാർട്ട് കണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഡിസ്കസ് ദി പ്രോബ്ലംസ് ഇൻ HRP, പ്രോബ്ലംസും പറഞ്ഞു. അത് ഓവർകം ചെയ്യാനുള്ള മെഷറും മേലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഐ ഡോണ്ട് നോ. ഓക്കെ, ഇത്രയാണ് ഫോർത്ത് യൂണിറ്റ്, അതായത് ഈ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത്. ഫിഫ്ത്ത് യൂണിറ്റ് ഉണ്ട്, ഇനി ഒരു യൂണിറ്റും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നോക്കാം. ഒന്നല്ല 2 യൂണിറ്റും കൂടെ ഉണ്ട്, എന്തായാലും നോക്കാം. ജോബ് അനാലിസിസ്, ജോബ് ഡിസൈൻ ആൻഡ് ജോബ്, വെറും ഡിസൈൻ ഇവാലുവേഷൻ അല്ല കേട്ടോ. ജോബ് അനാലിസിസ്, ജോബ് ഡിസൈൻ ആൻഡ് ജോബ് ഇവാലുവേഷൻ എന്നാണ്. എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്? ഒരു പ്രത്യേക ജോലി, ഓക്കെ, ആ ജോലി ചെയ്യാൻ എന്ത് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ വേണം, ആ ജോലി ചെയ്യണമെങ്കിൽ എത്ര രൂപ സാലറി നമ്മൾ കൊടുക്കേണ്ടി വരും ആസ് പെർ ദി കറണ്ട് മാർക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാം. നമുക്ക് എന്തായാലും നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ജോബ് അനാലിസിസ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഗ്യാതറിങ് ഇൻഫർമേഷൻ അബൌട്ട് വർക്ക്, ജോബ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജോബ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ജോബ് അനാലിസിസ് പ്രൊവൈഡ് സം ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് വേരിയസ് ജോബ്സ് ആൻഡ് സ്കിൽസ് റിക്വയർഡ് ടു പെർഫോം ജോബ് എഫക്റ്റീവ്ലി സോ ദാറ്റ് ഇറ്റ് ക്രിയേറ്റ് ആൻഡ് സസ്റ്റെയിൻ ഓർഗനൈസേഷൻ കാപ്പബിലിറ്റി. നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ്. അതാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ആൾക്കാർക്ക് എന്ത് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത് നമുക്കൊരു ധാരണ കിട്ടും. നമുക്ക് എങ്ങനെ ടീം ഫോം ചെയ്യണം, ഒരു റിലേറ്റഡ് ജോബ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരൊറ്റ ഗ്രൂപ്പാക്കി മാറ്റണമല്ലോ. അപ്പം അങ്ങനെ അത് എങ്ങനെ ചെയ്യണം നമുക്കൊരു ധാരണ കിട്ടും. സാലറി എത്ര കൊടുക്കണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു സാലറി കിട്ടും. പ്രൊവൈഡ് എ ബേസിക് ട്രീറ്റ്മെൻറ്റ്, സെലക്ഷൻ എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് എങ്ങനെ ഈ ജോലിയിലേക്ക് ആളെ എടുക്കണം, എങ്ങനെ സാലറി കൊടുക്കണം, എങ്ങനെ അവരെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള എല്ലാ ഇൻഫർമേഷനും ഇവിടെ കിട്ടും. ആ ഒരു പ്രത്യേക ജോലീനെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ജോബ് അനാലിസിസിൻ്റെ അകത്ത് വരും, ആ ഒരു പ്രത്യേക ജോബിൻ്റെ ഡ്യൂട്ടീസ് എന്താണ്, എന്തൊക്കെ ടാസ്ക് അവർക്ക് കൊടുക്കേണ്ടി വരും, ഏത് എൻവയൺമെൻറ്റിൽ അവർ വർക്ക് ചെയ്യേണ്ടി വരും, എന്തൊക്കെ ടൂൾസും എക്യുപ്മെൻറ്റ്സും അവർക്ക് പിന്നെ വേണ്ടി വരും ആ പ്രത്യേക ജോലി ചെയ്യാൻ, പിന്നെ എന്തൊക്കെ റിലേഷൻഷിപ്പ് അവർക്ക് കാണാം, ആരുടെ കീഴിൽ അവർ വരണം, അവർ ആരുടെ മുകളിലായിരിക്കണം, പിന്നെ എന്തൊക്കെ റിക്വയർമെൻ്റ് ഉണ്ട്. കണ്ടില്ലേ, ബേസിക്കലി ഒരു ജോലി എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയുകയാണ്, പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയിൽ ആവശ്യമുണ്ട്. ഇത് എഞ്ചിനീയർ ഒന്നുമല്ല, എന്താണ് നമ്മുടെ ChatGPTൻ്റെ അടുത്തൊക്കെ ചെന്നിട്ട് ആക്ട് ലൈക്ക് ആൻ അക്കാഡമിക് റൈറ്റർ, റൈറ്റ് ദിസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അത് പ്രോപ്പറായിട്ട് ഇൻപുട്ട് കൊടുത്താൽ ChatGPT പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് തരത്തുള്ളൂ. അപ്പോൾ ഈ ChatGPTനെ പ്രോപ്പറായിട്ട്, ഐ മീൻ AI ചാറ്റ് ബോട്ടുകളെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന ആളെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു സാധനം വരുമ്പോൾ, അങ്ങനെ ഒരാൾ നമ്മൾ ഹയർ ചെയ്യാൻ പോകുമ്പോൾ അതൊരു പുതിയ കാര്യം അറിയണമല്ലോ. അപ്പോൾ നമ്മളോട് എന്തറിയണം, അയാൾക്ക് എന്തൊക്കെ ഡ്യൂട്ടിയും ടാസ്കൊക്കെ കൊടുക്കാൻ പറ്റും, അയാളെ ജോലി ചെയ്യണമെങ്കിലൊക്കെ ചുറ്റും എന്തൊക്കെ കാര്യങ്ങൾ അയാൾക്ക് വേണം, പിന്നെ എന്ത് ടൂൾസ് അയാൾക്ക് നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കണം, അയാളുടെ ഹെഡ് ആരായിരിക്കും, അയാൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ആളായിരിക്കും, അയാളുടെ നോളേജ് എന്തൊക്കെ, KSA എന്ന് പറയും, നോളേജ് എന്തൊക്കെ അയാൾക്ക് വേണം, എന്തൊക്കെ സ്കിൽസ് അയാൾക്ക് വേണം, എന്തൊക്കെ എബിലിറ്റി അയാൾക്ക് വേണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടോ എന്ന് നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ അന്വേഷിക്കണം ബിഫോർ ഹയറിങ് എ പ്രോംപ്റ്റ് എഞ്ചിനീയർ. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെ എല്ലാ ജോലിക്കും എന്ത് കാണും, നമ്മൾ ജോബിനെ അനാലിസിസ് ചെയ്യും. ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇന്ന ക്വാളിഫിക്കേഷനുള്ള ആളെ ഇന്ന ജോലിയിലേക്ക് എടുക്കാം എന്നുള്ളൊരു സാധനം വരുന്നത്. ഓക്കെ, ഇത് ഓരോ ഓർഗനൈസേഷനും മാറിക്കൊണ്ടിരിക്കും, എല്ലാവർക്കും ഒന്നതിനാവണം ഒരു നിർബന്ധമില്ല.
ഇവിടെ പറയുന്നു ടെക്നിക്സ് ടു ഒബ്റ്റെയിൻ ഡേറ്റ ഫോർ ജോബ് അനാലിസിസ്. അപ്പോൾ ഒരു പ്രത്യേക ജോബ് നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക, ജോലി അനാലിസിസ് ചെയ്യണം. ആ ഒരു പ്രത്യേക ജോലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യാം, ഒരു ജോലി ചെയ്യാൻ എന്ത് ടൈപ്പ് ആൾ വേണമെന്നുള്ളതിനെ നമുക്ക് എങ്ങനെയൊക്കെ അറിയാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്ന്, ക്വസ്റ്റ്യനെയർ കൊടുത്ത് എന്ത് ചെയ്യുക, നിലവിൽ ആ ജോലി ചെയ്യുന്നവരോട് ചോദിക്കുക, ഇന്ന ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ കഴിവ് നമുക്ക് വേണമെന്ന് പറഞ്ഞ് ചോദിക്കുക. ഇൻ്റർവ്യൂ നടത്തുക, എല്ലാം ഡേറ്റ കളക്ട് ചെയ്യുക. ഒറ്റ വാക്കി പറഞ്ഞാൽ നിലവിൽ ആ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ ജോലിയിൽ ആൾക്കാരെ ഹയർ ഉള്ളവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, ഡേറ്റ കളക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്താണെന്നും ആ ജോലിക്ക് വേണ്ട സാഹചര്യങ്ങൾ എന്താണെന്നൊക്കെ അവരിൽ നിന്ന് മനസ്സിലാവും. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് വളരെ അറിയാവുന്നതാണ്. എന്ത് പറയും, ഒരു പ്രത്യേക തരം, ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ജോലിക്ക് അപേക്ഷിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ലിങ്ക്ഡിനൊക്കെ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു പ്രത്യേക ജോലി എന്ന് പറയുമ്പോൾ അവരൊരു ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കും. ഈ ജോലി എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന ഒരു സാധനത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ ജോലി ഇതൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. അതിനാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഒരു പ്രത്യേക ജോലിയുടെ പർപ്പസ് എന്താണ്, സ്കോപ്പ് എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്. അതേസമയം ജോബ് സ്പെസിഫിക്കേഷന് കാണാം. ഈ ജോലിയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണണം, ഈ പറഞ്ഞ സ്കില്ല് കാണണം, പിന്നെ നോളേജ് കാണണം, അല്ലെങ്കിൽ ഇന്നൊരു പ്രത്യേകത ഉള്ള ആളായിരിക്കണം, നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് സ്കില്ലുള്ള ആളായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ടല്ലോ. അപ്പോൾ അതാണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ഡീറ്റെയിൽസാണ്. ആ ജോലിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള, ആരുടെ കീഴിൽ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ട KSA ആണ്, സ്കില്ല്, നോളേജ്, സ്കില്ല്, ആട്രിബ്യൂട്ട്സ്. ഓക്കെ, പിന്നെ എന്തിനാണ് ഇത് അറിയുന്നത്, ഈ ജോബ് ഡിസ്ക്രിപ്ഷനും ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ സെലക്ഷൻ ടൈമിൽ കഴിഞ്ഞിട്ട് എഴുതാനുള്ള സാധനമേ ഉള്ളൂ. ഇനി ജോബ് ഡിസൈനിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ജോബ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇതിപ്പം വേറൊരു കോൺസെപ്റ്റാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ജോബ് അനാലിസിസ് കണ്ടു, ഒരു ജോലിയുടെ പ്രത്യേകത എന്താണ്, എന്തൊക്കെ ടൈപ്പ് ആൾക്കാർ വേണമെന്നുള്ളത്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ജോബ് ഡിസ്ക്രിപ്ഷൻ, JD എന്ന് പറയും. ജോബ് ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നു. GD എന്ന് പറയുന്നത് GD ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനാണ്, ഇത് ജോബ് ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷനും എന്തും ചെയ്യും, ജോബ് സ്പെസിഫിക്കേഷൻ എവിടെ നിന്നാണ് വരുന്നത്, ജോബ് അനാലിസിസിൻ്റെ ഔട്ട്പുട്ടുകളാണ്. ഓക്കെ, ഇനി പറയുന്ന സാധനം ജോബ് ഡിസൈനാണ്. ഇതൊരു വ്യത്യസ്തമായ കോൺസെപ്റ്റാണ്. എന്തായിരിക്കും ആ ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നതാണ് ജോബ് ഡിസൈനിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എടുക്കാം. ഈ പ്രോംപ്റ്റ് എൻജിനീയറിംഗ് എന്ന് പറയുന്നൊരു സാധനം, അയാൾ ആരുടെ കീഴിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരിക്കും ഇയാൾ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ല, ആ ഒരു സ്ട്രക്ചറാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇയാൾക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കാം, ഇയാൾ ഭാവിയിൽ എന്തായി മാറാം, ഇയാൾക്ക് വേണമെങ്കിൽ ഇയാൾ ഭാവിയിലെ മാർക്കറ്റിംഗ് ഹെഡായി മാറാം, ഒരു സംശയമില്ല. ഇല്ലെങ്കിൽ ഇയാൾക്ക് ഒരു പ്രൊമോഷനോട് കൂടി ഈ ഒരു സിറ്റുവേഷൻ തന്നെ തുടർന്ന് പോകാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് പടം വരച്ച് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ജോലിയുടെ പാത്ത് കാണിച്ചു കൊടുക്കുന്നതാണ്, എന്തൊക്കെ ചേഞ്ചസ് ഈ ജോലിക്ക് വരാം എന്ന് കാണിച്ചു കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഒന്ന് വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് വരുന്ന രണ്ട് കാര്യം, ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെൻറ്റും ജോബ് എൻറിച്ച്മെൻറ്റും. മൂന്ന് സാധനങ്ങളാണ്. ജോബ് റൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ജോലി മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിംഗ്, അത് എല്ലാവർക്കും പറ്റത്തില്ല. പ്രത്യേകിച്ച് വലിയ സ്കില്ലൊന്നും വേണ്ടാത്ത ചില ജോലികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിരിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സ്ഥാപനത്തിലൊരു സെക്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇയാളുടെ ജോലി ഒരു ദിവസം എന്തായിരിക്കാം, ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാമെന്നായിരിക്കാം, മറ്റു ദിവസം നമ്മൾ പറയുന്ന വേറൊരു കാര്യമായിരിക്കാം, അകത്തുള്ള സ്റ്റോർ റൂം കീപ്പ് ചെയ്യാന്നുള്ളതായിരിക്കും. ചിലപ്പോൾ അയാൾക്ക് അത് രണ്ടും ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ കഴിവുടെ വ്യത്യാസമൊന്നും വരുന്നില്ല, രണ്ടും അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കാം. അപ്പോൾ ചില ജോബുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്താണ്, ഒരുപക്ഷെ അവർക്ക് നല്ലതാണ്, ഒരു മടുപ്പ് തോന്നത്തില്ല. പക്ഷേ ഈ ജോബ് എൻലാർജ്മെൻറ്റും ജോബ് എൻറിച്ച്മെൻറ്റും വേറൊരു കോൺസെപ്റ്റാണ്. ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ വോളിയം ദാറ്റ് ദേ ഹാൻഡിൽ കൂടിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ബുക്ക് എഴുതുന്ന ആളാണെന്ന് വിചാരിച്ചോ. ഓക്കെ, വേറെ ആരും എഴുതിയ ബുക്കിനെ ഞാനിങ്ങനെ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബുക്കിൻ്റെ ഒരു പരിപാടി ഞാനാണ് ചെയ്യുന്നത് വിചാരിച്ചോ. ഞാൻ ഒരു ദിവസം 10 ബുക്കാണ് എഴുതിക്കൊണ്ടിരുന്നെങ്കിൽ, എൻ്റെ ടാർഗറ്റ് 10 ബുക്കായിരുന്നുവെങ്കിൽ, ഒരു 3 വർഷം കഴിഞ്ഞ് എനിക്ക് എക്സ്പീരിയൻസ് കൂടിയപ്പോൾ അവരെന്ത് ചെയ്തു, എൻ്റെ ജോബിനെ എൻലാർജ് ചെയ്തു. ഒരു ദിവസം എനിക്ക് 30 ബുക്ക് ഇറക്കിക്കാനുള്ള കപ്പാസിറ്റി നിനക്കുണ്ട് എന്നവർ പറയും. ഇതിനാണ് ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എൻറിച്ച്മെൻറ്റ് ഇങ്ങനെയല്ല.
ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞ പോലെ ബുക്കിനെ പ്രിൻ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പണിയെങ്കിൽ അവർ പറഞ്ഞു ഈ ബുക്ക് പ്രിൻ്റ് എടുത്താൽ മാത്രം പോരാ, അതിൻ്റെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നീ ചെയ്യണം, അതിൻ്റെ ഡിസൈൻ്റെ അകത്ത് നീ ഒന്ന് എഡിറ്റ് ചെയ്യണം. അതായത് ഞാൻ നേരത്തെ ചെയ്ത ജോലിയായിട്ട് റിലേറ്റഡ് തന്നെയാണ്, ബട്ട് എന്താണ് കുറേ വ്യത്യസ്തമായ ജോലികൾ അതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നു. ഇതെന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത്. എന്തിനാ? ഒന്ന്, ഈ പറഞ്ഞ പോലെ എംപ്ലോയിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുക, സെയിം ടൈം അവർക്കൊരു മടുപ്പ് തോന്നാൻ പാടില്ല ജോലിയോട്, മനസ്സിലായില്ലേ? അതാണ് ഈ ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോബ് ഇവാലുവേഷൻ ഓഫ് കോഴ്സ്, ആ ജോബിൻ്റെ എന്ത് ചെയ്യുക, വേണ്ട സാലറി ആണോ കിട്ടുന്നത്, അവർ സാറ്റിസ്ഫൈഡ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നതിനാണ് ജോബ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ജോബ് അനാലിസിസ് ഇൻ മോഡേൺ ടൈംസ്? അത് എഴുതാൻ മനസ്സിലൊരു ഐഡിയ വേണം. ഈ പറ്റുമെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം തന്നെ പറഞ്ഞു, ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങളാണ്. ഡിസ്കസ് ദ മെത്തേഡ് യൂസ് ഫോർ ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് നമ്മൾ നോക്കിയതാണ്, ഒന്ന് നോക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? ജോബ് അനാലിസിസിന് എന്തായിരുന്നു? മറ്റേ ഡേറ്റ കളക്ഷൻ ഫ്രം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനർ ആയിരുന്നു. ഓക്കെ, പിന്നെ ഹൗ റെലവൻറ്റ് ഇസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജോബ് ഡിസൈനിങ്. ജോബ് ഡിസൈനിങ്ങിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. ഇവിടെയും നമ്മുടെ കയ്യിൽ നിന്നിട്ട് എഴുതാനുള്ളൊരു സാധനമാണ് ചോദിക്കുന്നത്. അതിൻ്റെ റെലവൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. ഒന്നാലേക്കുക, ഗൂഗിളിനോട് ചോദിക്കുക, ChatGPT ചോദിച്ചാൽ കുറച്ച് നല്ല രസമുള്ള ഉത്തരങ്ങൾ കിട്ടും. അതൊന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇത് കുറച്ച് വലുതാണെന്ന് തോന്നുന്നു. ബ്ലോക്ക് 2 നമ്മൾ 6ാമത്തത് എത്തിയതുള്ളൂ. 6 കഴിഞ്ഞ് 7 അതിൻ്റെ തന്നെ ഉണ്ട്. എന്തായാലും നോക്കാം. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ്റെ അകത്ത് ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായി ആസ് ഫാർ ആസ് ഐ നോ. കാര്യം ഇതാണ് ഹാർട്ട് എന്ന് പറയുന്നത്, HRMൻ്റെ ഹാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. റിക്രൂട്ട്മെൻറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്. അതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മനസ്സിലുള്ള തെറ്റിദ്ധാരണ മാറ്റുക. റിക്രൂട്ട്മെൻറ്റ് എന്നാണ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്, സ്റ്റിമുലേറ്റിംഗ് ആൻഡ് എൻകറേജിങ് ദം ടു അപ്ലൈ ഫോർ എ പെർട്ടിക്കുലർ ജോബ് ആൻഡ് ദ ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ജോലിക്ക് നമ്മൾ ഒഴിവ് കണ്ടെത്തുമ്പോൾ ആ ഒഴിവിലേക്ക് അർഹരായവരെ അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? റിക്രൂട്ട്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ അയാളെ ജോലിക്ക് എടുക്കുന്ന പരിപാടിനെ റിക്രൂട്ട്മെൻറ്റ് എന്നല്ല. ഇൻ HRM അവിടുത്തെ ടെർമിനോളജി വേറെയാണ്. ആളെ സെലക്ട് ചെയ്യുന്നതിന് സെലക്ഷൻ എന്നാണ് പറയുന്നത്. സെലക്ഷൻ ഈസ് സംതിങ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായൊരു സാധനമാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലുണ്ടാവണം. റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്താണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്നു. ഒരു ആഡ് കൊടുക്കാനോ എന്തിനായിരുന്നാലും നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ സാധനം ജോബ് ഡിസ്ക്രിപ്ഷനും വേണം, ജോബ് സ്പെസിഫിക്കേഷനും വേണം. ആ ഒരു പരിപാടി. അപ്പോൾ നമ്മൾ ജോബ് അനാലിസിസ് ഒക്കെ നടത്തിയത് ഇതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആ ഒരു പ്രത്യേക ജോലി ഇപ്പോൾ അറൈസ് ചെയ്ത് ഓക്കെ, നമുക്കൊരു പ്രോംപ്റ്റ് എഞ്ചിനീയർ നമ്മളിതിൻ്റെ കാര്യം നമ്മുടെ ഓർഗനൈസേഷൻ പല കാര്യത്തിനും AI ഉപയോഗിക്കുന്നു. പക്ഷേ AI പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ ആർക്കും അറിയത്തില്ല. എല്ലാവർക്കും AI ഉപയോഗിക്കാമെന്നല്ലാതെ അതിൻ്റെ 100% എഫിഷ്യൻസിയിൽ ഉപയോഗിക്കാൻ ആർക്കും അറിയത്തില്ല. ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയർ വിചാരിച്ചാലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം വരത്തുള്ളൂ. ഏതൊരു അണ്ടൻ ഇടപെടലും വിചാരിച്ചാൽ സാധനം കിട്ടും, ഒരു ഔട്ട്പുട്ട് കിട്ടും ഓഫ് കോഴ്സ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രോംപ്റ്റ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ അറിയുന്ന ഒരുത്തൻ വരണം. അപ്പോൾ നമുക്കവിടെ പ്രോംപ്റ്റ് എഞ്ചിനീയർ വേണമെന്നൊരു റിക്വയർമെൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ജോലിക്ക് വേണ്ട സ്പെസിഫിക് അനാലിസിസ് നടത്തി ജോബിൻ്റെ സ്പെസിഫിക്കേഷനും ഡിസ്ക്രിപ്ഷനും കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫിക്കേഷനെ കുറിച്ച് ഒന്ന് ഇതായിട്ട് പറയാമെന്ന്. എന്താണ്? ഇൻ്റലക്ച്വൽ സ്പെസിഫിക്കേഷനും ഉണ്ട്, ഫിസിക്കലും ഉണ്ട്. ഫിസിക്കൽ മീൻസ് ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യാൻ അറിയാമെന്നുള്ള കാര്യം. എന്തെങ്കിലും ഫിസിക്കൽ വർക്കായിരിക്കും. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ഒരു പറയുന്നുണ്ട് എന്തെങ്കിലും മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ ഒരാളെ വേണം. അപ്പോൾ അവിടെ ഫിസിക്കൽ സ്പെസിഫിക്കേഷൻ ആയിരിക്കും പറഞ്ഞത്, ഇന്ന ജോലി ചെയ്യാനുള്ളൊരു സംഭവം വേണം. മറ്റേത് ഇൻ്റലക്ച്വലാണ്, അറിവ് വേണമെന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. പിന്നെ ഇമോഷണൽ സ്പെസിഫിക്കേഷൻ വയ്ക്കാറുണ്ട്. ലീഡർഷിപ്പ് സ്കില്ല് വേണം, അല്ലെങ്കിൽ ഭയങ്കര ഡിസിഷൻ മേക്കിംഗ് പവറുള്ള ആളായിരിക്കണം, അങ്ങനത്തെ പ്രത്യേക കാര്യങ്ങൾ പറയാറുണ്ട്. ബിഹേവിയർ പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് സ്പെസിഫിക്കേഷനെ ക്ലാസിഫൈ ചെയ്ത് പറയുന്നത്. ഓക്കെ, ഇനി സോഴ്സസ് ഉണ്ട്, ഇൻറ്റേർണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഞാൻ ഒരുപാട് പറഞ്ഞ കാര്യമാണ്. ഇൻറ്റേർണൽ മീൻസ് നമ്മുടെ കമ്പനിയുടെ അകത്തിൽ നിന്ന് തന്നെ എടുക്കുന്നു. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തേ നിന്ന് ആളെടുക്കും. നമ്മൾ ഓർഗനൈസേഷനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സാധാരണ നമ്മൾ ഒരു കാഴ്ചപ്പാടിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് എക്സ്റ്റേണൽ. ഓക്കെ, ഇത് പറഞ്ഞിരിക്കുന്നത് ഫാക്ടേഴ്സ് ഒരു മേജർ ഹെഡിങ് ആയിട്ട് പറയുന്നില്ല, ഞാൻ നോക്കുന്നില്ല. മെത്തേഡ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്, തേർഡ് പാർട്ടി മെത്തേഡ്സ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് എന്താണ്? നമ്മുടെ കമ്പനി നേരിട്ട് പ്രത്യക്ഷമായിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്, സ്കൂളിലും കോളേജിലും ക്യാമ്പസ് സെലക്ഷൻസ് വയ്ക്കുന്നത്.
അതെല്ലാം ഡയറക്റ്റ് മെത്തേഡുകളാണ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാലോ, അതാ ഈ പറയുന്ന പോലെ പരസ്യങ്ങൾ കൊടുക്കുക, അവരിങ്ങോട്ട് വരട്ടെ എന്നുള്ളതാണ്. നമ്മൾ നേരിട്ട് ചെല്ലാതെ അവരിങ്ങോട്ട് വരട്ടെ എന്നുള്ള സാധനമാണ് ഇൻഡയറക്റ്റ് മെത്തേഡുകൾ. അപ്പോൾ എന്തായിരിക്കും തേർഡ് പാർട്ടി മെത്തേഡ്? നമ്മുടെ പിന്നെ ഏജൻസികളുണ്ടല്ലോ, നൗക്കരി പോലുള്ളവർ. നൗക്കരി സത്യം പറഞ്ഞാൽ ഒരു രീതിക്ക് പറഞ്ഞ ഏജൻസിയാണ്. അവിടെ നമ്മൾ പരസ്യം ചെയ്യുന്നു, ആളെ വരുത്തുന്നു എന്നതിലുപരി അവർ ഇൻ്റർമീഡിയറായിട്ട് അവർ നിൽക്കുമല്ലേ. ആദ്യം നമ്മൾ നൗക്കരി ചെന്ന് അപ്ലൈ ചെയ്തിട്ടാണ് കമ്പനിയിലേക്ക് ആൾ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇൻ്റർമീഡിയറീസിൻ്റെ സഹായത്തോടു കൂടി നൗക്കരി ഉണ്ട്, വേറെ എന്തൊക്കെയുണ്ട്, ഇൻഡീഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പിന്നെ ഗ്ലാസ് ഡോറ്, അങ്ങനെ കുറേ കമ്പനികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വഴി നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഇൻ്റർമീഡിയറി വഴി ആളെ എടുക്കുന്നതാണ് തേർഡ് പാർട്ടി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ മെത്തേഡ്സ്. ഒന്ന്, നമ്മൾ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് എടുക്കുന്ന ഡയറക്റ്റ് ഇൻ്റർവ്യൂ. രണ്ട്, എന്തായിരുന്നു ഈ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് ആയിട്ട് പരസ്യം കൊടുത്ത് അവർ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള സാധനം. മൂന്നാമത്തത് തേർഡ് പാർട്ടി വഴിയുള്ള പരിപാടി. ഒന്നും മനസ്സിലുണ്ടാവട്ടെ. അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് വരികയാണ്? സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരികയാണ്. അപ്പോൾ പറഞ്ഞു, റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും രണ്ടും രണ്ട് കഥകളാണ്, ഒന്നല്ല. സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ വിളിച്ച് വരുത്തിയല്ലോ. അപ്പോൾ ഈ ഹയറിംഗ് പ്രോസസ്സിനകത്തുള്ള പരിപാടിയാണ്. ആദ്യം നമ്മൾ റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ ഒരു വലിയൊരു പൂള് വിളിച്ച് വരുത്തി അതിൻ്റെ അകത്തു നിന്ന് വേണ്ട കുറച്ച് പേരെ മാത്രമേ എടുക്കുന്നു. അതാണ് സെലക്ഷൻ. ഇപ്പോൾ എൻ്റെ കോളേജിൽ സ്ഥിരം ക്യാമ്പസ് ഇൻ്റർവ്യൂ നടക്കാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കും ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാമെന്ന് ചിലർ പറയും. ചിലരെന്ത് പറയും, ആദ്യമേ ഒരു റെസ്ട്രിക്ഷൻ പറയും, ഒരു പേപ്പറും ക്ലിയർ ചെയ്യാൻ ബാക്ക് കിടക്കാത്തവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 100-120 പിള്ളേർ ഒരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യും. നമ്മുടെ വലിയ വലിയ ഹോട്ടൽസൊക്കെ വരുമ്പോൾ, എൻ്റെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജാണല്ലോ, വലിയ വലിയ ഹോട്ടലൊക്കെ വരുമ്പോൾ 100-120 പിള്ളേർ അപ്ലൈ ചെയ്യും. എന്നിട്ട് എടുക്കുന്നതോ ഒരാളെ 2 പേര്, അതിൽ കൂടുതലൊന്നും എടുത്ത ആളില്ല. ഇതുവരെ വലിയ വലിയ ഹോട്ടലുകളിൽ 2 പേരെ കൂടുതൽ ഒരുമിച്ച് ഹയർ ചെയ്തവർ കുറവാണ്. ആകെപ്പാടെ ഇപ്പോൾ ആദിത്യ ബിർള വന്നപ്പോൾ ഒരു 4 പേരെ എന്തോ ഒരുമിച്ച് എടുത്തതേ ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലാവരും അത് കുറവൊക്കെ എടുക്കുന്നത്. ഈ അപ്ലൈ ചെയ്യുന്നതോ 100-120 പേര് അപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ അകത്ത് എത്ര പേരുണ്ടായിരുന്നു? 120 ഉണ്ടായിരുന്നു. സെലക്ഷനിൽ എത്ര പേരെ വന്നുള്ളൂ? 4 പേരെ വന്നുള്ളൂ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം പറഞ്ഞത്. സെലക്ഷനിലേക്ക് തന്നെ പോവാം. സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എൻ്റെ അമ്മേ? ഇത് സംഭവം തന്നെയാണ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു, പിന്നെ ആപ്ലിക്കേഷൻ, സെക്കൻഡ് ഇൻ്റർവ്യൂ, അവരെ വർക്ക് അറിയാമോ ടെസ്റ്റ് ചെയ്യുന്നു, ഇവരുടെ ഹിസ്റ്ററി നോക്കുന്നു, റെഫറൻസുകൾ നോക്കുന്നു, ഫിസിക്കൽ എക്സാമിനേഷൻ, റെക്കമെൻഡേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കൊണ്ട് റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും പരിപാടികളുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പിള്ളേരുടെ കാര്യമായിരുന്നാൽ പോലും അവർ 7-8 ഇൻ്റർവ്യൂ ഒക്കെ ഉള്ള കമ്പനികൾ വരെ ഉണ്ട്. അവസാനത്തെ സ്റ്റെപ്പ് റിജക്ഷൻ തന്നെയാണ് ഉറപ്പായിട്ടും. ഒരാളെ 2 പേരെ സെലക്ട് ചെയ്യും. ബട്ട് നമുക്കതിൽ പോയല്ലേ പറ്റും, എന്നാലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓരോരുത്തരുടെയും എന്താണ് സെലക്ഷൻ പ്രൊസീജിയർ പലതാണ്. ഓക്കെ, അപ്പോൾ സെലക്ഷന് വേണ്ടി പലരും ടെസ്റ്റ് നടത്താറുണ്ട്. എന്തിനാണ് ടെസ്റ്റ് നടത്തുന്നത്? പലർക്കും പലതാണ്. ചിലർ നോക്കുന്നത് ആളുടെ ഇൻ്റലിജൻസ് ആയിരിക്കും. ഇൻ്റലിജൻസ് അറിയാൻ വേണ്ടി, അയാൾക്ക് എന്തുമാത്രം ബുദ്ധി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നടത്തും. ആപ്റ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടി, ആപ്റ്റിറ്റ്യൂഡ് മീൻസ് അയാളുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അയാളുടെ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു ഫീൽഡിലേക്ക്, അതറിയാൻ വേണ്ടി നടത്താറുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം ഫിസിയോമെട്രിക് ടെസ്റ്റൊക്കെ എല്ലാവരും നടത്താറുണ്ട്. പേഴ്സണാലിറ്റി മീൻസ് അവരുടെ ഒരു അപ്രോച്ച് മനസ്സിലാക്കാം. ഡയറക്റ്റ് ഇനി നല്ലവനാണെന്ന് ചോദിച്ചാൽ ആരും ഞാൻ ചീത്തവനാണെന്ന് പറയത്തില്ല. നേരെ മറിച്ച് ഇന്നൊരു സാഹചര്യം വന്നാൽ നീ പെരുമാറുന്നത് എങ്ങനെയായിരിക്കും, നിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും, നിൻ്റെ മുതലാളി വളരെ വൃത്തിയായിട്ടൊരു മനുഷ്യനാണ്, അയാൾ നിന്നോട് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു, നീ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ടെസ്റ്റുകൾ നടത്താറുണ്ട്. ഒരുപാട് പേര് നടത്തുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് അറിയാൻ വേണ്ടി ഇൻട്രസ്റ്റ് ടെസ്റ്റ് നടത്താറുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നാണ് പറയുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനി ഇതിപ്പോൾ പ്രോസസ്സാണ് പറയുന്നത്, സെലക്ഷൻ പ്രോസസ്സാണ് പറയുന്നത്. ഒന്നെന്താണ് ഈ പറഞ്ഞ ഇപ്പോൾ കഴിഞ്ഞു പോയ ടെസ്റ്റാണ്. രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊരാളെ ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ പറയുന്നുണ്ട് കേട്ടോ. ഇൻഫോർമലായിട്ട് നടത്താം, വെറുതെ പേര് മൂരൊക്കെ ചോദിച്ച് വിടുന്ന ഒരു പരിപാടിയുണ്ട്. ഫോർമലായിട്ട് വേണ്ട സാധനങ്ങൾ മാത്രം ചോദിക്കുന്നത്. പ്ലാൻഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്, പാറ്റേൺഡ് ഇൻ്റർവ്യൂസ് ഉണ്ട്, പിന്നെ ഡെപ്ത് ഇൻ്റർവ്യൂ, സ്ട്രെസ് ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് ഇൻ്റർവ്യൂവും ഫോർമൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ഏതാണ്ട് എന്താ പറയുക, ജനറലായിട്ട് പറഞ്ഞു വന്ന കാര്യങ്ങളാണ്. ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അവർ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുമെന്നുള്ളതാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ റേറ്റിംഗ് എന്ന് പറയുന്നത് വലിയ കാര്യം, ഇതൊക്കെ നമുക്ക് കഴിഞ്ഞിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത് എന്നുള്ളതാണ്. ലിമിറ്റേഷൻ ഓഫ് ഇൻ്റർവ്യൂ ചോദിക്കാം ഇൻ കേസ്. ഇതെല്ലാം സെലക്ഷൻ്റെ പ്രോസസ്സാണ്. ഒന്നുകൂടെ പറയുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് നടത്തുന്നു, ഇൻ്റർവ്യൂ നടത്തുന്നു, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു.
ചില ജോലിയിലൊക്കെ ഇപ്പോൾ നേവിയിലൊക്കെ ജോലി കിട്ടുന്നെങ്കിൽ കയ്യിൽ ടാറ്റു ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിബന്ധനകളുണ്ടല്ലോ. അതുപോലെ ഓരോ ജോലിക്കും അതിൻ്റേതായ റിക്വയർമെൻറ്റുകൾ കാണും. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. പിന്നെ റെഫറൻസുകൾ എടുക്കുന്നു. കോളേജിലെ ടീച്ചേഴ്സോ അങ്ങനെയുള്ള രീതിയിൽ റെഫറൻസൊക്കെ നോക്കുന്നു. എല്ലാം നോക്കിയിട്ടായിരിക്കും അവസാനം സെലക്ട് ചെയ്യുന്നത്. അപ്പം ബേസിക് സാധനമാണ് എങ്ങനെയാണ് ഈ സെലക്ഷൻ ചെയ്യുന്നതെന്നുള്ളത്. എന്തൊക്കെ വരും, ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് നടത്തുന്നു, ഇൻ്റർവ്യൂ നടത്തുന്നു, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു. ബേസിക്കായിട്ട് ഈ 3 സാധനങ്ങൾ എല്ലായിടത്തും കാണും. എല്ലായിടത്തും നിർബന്ധമില്ല, ബട്ട് എനിക്ക് 90% സ്ഥലത്ത് കാണും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് നോക്കുക. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ റിക്രൂട്ട്മെൻറ്റ്, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റിൻ്റെ അകത്ത് വരുന്ന പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, അതൊന്ന് നോക്കാം. പിന്നെ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ, അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും എന്നുള്ളത്. ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ, ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് നോക്കിയതാണ്. എന്തിനാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഇതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് റിക്രൂട്ട്മെൻറ്റ് എന്താണെന്നും സെലക്ഷൻ എന്താണെന്നുള്ളത് ഉറപ്പായിട്ടൊരു ധാരണ വേണം. ദെൻ മൂവിങ് ടു ദ ഫൈനൽ യൂണിറ്റ് ഓഫ് ദിസ് ബ്ലോക്ക്. ഓക്കെ, ഒരു ടോപ്പിക്ക് സോഷ്യലൈസേഷൻ ആൻഡ് മൊബിലിറ്റി. അതൊന്നും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, കൈന്നിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ, ദ പ്രോസസ് ഓഫ് ഇൻറ്റഗ്രേഷൻ, ഇതൊക്കെ കൈന്നിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഞാനൊന്ന് നോട്ടീസ് നോക്കുകയാണ്. സെൽഫ് കോൺസെപ്റ്റ് ഓഫ് റോൾ ആൻഡ് ഓർഗനൈസ് സോഷ്യലൈസേഷൻ, ഹൂ ഈസ് ആൻ എംപ്ലോയി, മൾട്ടിപ്പിൾ റോൾ, മാനേജർ, എംപ്ലോയി, മാനേജേഴ്സ് പെർസെപ്ഷൻ ഓൺ ഹിസ് റോൾ, എംപ്ലോയി പെർസെപ്ഷൻ, പെർസെപ്ഷൻ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കൈന്നിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എന്നാലും നോട്ടീസ് വിടുകയാണ്. സോഷ്യലൈസേഷൻ, ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചർ, ജെൻഡർ സാധനങ്ങളൊക്കെ, അതൊക്കെ നോക്കാം. ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് അതിൻ്റെ അകത്തുള്ള. ഇൻഡക്ഷൻ പ്രോഗ്രാം ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. എന്താണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് എ ന്യൂ എംപ്ലോയി ഈസ് ഇൻട്രൊഡ്യൂസ് ടു ദ ഓർഗനൈസേഷൻ. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് വെൽക്കമിങ് ദ ഇൻഡിവിജ്വൽ ഇൻ ടു ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ വെൽക്കം ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ കോളേജിലേക്ക് ഫ്രഷേഴ്സ് ഡേ നടത്താറില്ലേ, അത് തന്നെയാണ് ഇൻഡക്ഷൻ പ്രോഗ്രാം. ഫ്രഷേഴ്സ് ഡേ നമ്മൾ കാണിക്കുന്ന കുന്തളിപ്പല്ല. ഇൻഡക്ഷൻ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾക്കാർ എന്ത് ചെയ്യണം, അവർക്കൊരു വെൽക്കമിങ് കിട്ടണം, അവർക്ക് മനസ്സിലാവണം ഇന്ന സാധനങ്ങളാണ് ഈ കമ്പനി നടക്കുന്നത്, എൻ്റെ ജോലി ഇന്നതായിരിക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ഞാൻ ചിന്തിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഞാനെന്ന് പറയുന്ന മനുഷ്യൻ എന്തായിരുന്നു, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഷേവ് ചെയ്യുന്ന ഒരാളായിരുന്നു. ബട്ട് എനിക്കിപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഷേവ് ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിലാണ്. അവിടെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ അവരെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കാൻ പോകുന്നതാണോ അല്ലെ, അതൊക്കെ രണ്ടാമത്തെ കാര്യം. അവിടെ അവരുടെ കൾച്ചറിൽ എന്താണ്, ഇങ്ങനെ കുറ്റിത്താടിയും കൊണ്ട് ഒരാൾ നടക്കുന്നത് ഒരു തെറ്റായ കാര്യം, മോശമായ കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് അവിടെ അവരുടെ കൾച്ചറിനോട് ഒത്തുചേർന്ന് പോയേ പറ്റത്തുള്ളൂ. ഇതൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയാൽ ഇൻഡക്ഷൻ്റെ അകത്ത് നിന്ന് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൊബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ സാധനം, നമുക്ക് പൊസിഷനിലുണ്ടാകുന്ന മൂവ്മെൻറ്റ്, ട്രാൻസ്ഫർ ആയിക്കോട്ടെ, പ്രൊമോഷൻ ആയിക്കോട്ടെ, അതിനൊക്കെയാണ് മൊബിലിറ്റി കൊണ്ട് HR-ൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, മൊബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ആ മൊബിലിറ്റി മാത്രമേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുള്ളൂ. മൊബിലിറ്റി 3 തരത്തിലുണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്, ഡിമോഷൻ ഉണ്ട്. ഡിമോഷൻ ചവിട്ടിത്താക്കുന്നു, പ്രൊമോഷൻ അപ്പർ പൊസിഷൻ തരുന്നു, ട്രാൻസ്ഫർ നമ്മുടെ ലൊക്കേഷനിൽ ഒരു ചേഞ്ച് വരുത്തുന്നു. അതിൻ്റെയൊക്കെ ടൈപ്സൊക്കെ പറയുന്നുണ്ട്, നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരുവിധം കയ്യിൽ നിന്ന് എഴുതാനുള്ള സാധനങ്ങളും, ബട്ട് ആ ടോപ്പിക് ഹെഡിങ് ഇമ്പോർട്ടൻസ് ആണ്. റിസൈനിങ്, സെപ്പറേഷൻ എന്ന് പറയുന്നത് ഫൈനൽ പ്രോസസ്സാണ്. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് വിട്ട് പിരിഞ്ഞ് പോകുന്ന ഒരു പ്രോസസ്സാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ രീതി വരാം, ഒന്നുകിൽ നമ്മൾ റിസൈൻ ചെയ്ത് പോകുന്നതാവാം, ഇല്ലെങ്കിൽ നമ്മൾ റിട്ടയർ ചെയ്ത് പോകുന്നതാവാം. അതിൻ്റെ ടൈപ്സ് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഡിസ്മിസ് ചെയ്ത് വിടുന്നതാവാം. റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കാൻ പ്രേരിപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം എന്താ പറയുക, നമുക്ക് ശമ്പളം കൊടുക്കാൻ കഴിവില്ലാതെ കമ്പനി ആളെ പറഞ്ഞു വിടുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സംഭവമാണ് റിട്രെഞ്ച്മെൻറ്റ് എന്ന്. ഇപ്പോൾ നമുക്ക് ഒരുപാട് കേൾക്കുന്നുണ്ട്, നമ്മൾ ബൈജൂസൊക്കെ ഒരുപാട് പിരിച്ചു വിട്ടു എന്ന് കേൾക്കുന്നില്ലേ, ലേ ഓഫ്. അത് തന്നെയാണ് റിട്രെഞ്ച്മെൻറ്റ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. വാട്ട് ഡസ് വൺ ഗെയിൻ ബൈ ദ പെർസീവിങ് ഓർഗനൈസേഷൻ ഓഫ് സോഷ്യൽ സിസ്റ്റം. ഇതൊക്കെ ജസ്റ്റ് കയ്യിൽ നിന്നിട്ട് എഴുതാനുള്ള സാധനങ്ങളേ ഉള്ളൂ. ഡിസ്കസ് ഹൗ മോട്ടിവേഷണൽ പാറ്റേൺ, റോൾ ഓഫ് സ്റ്റാറ്റസ്, ഇൻഫ്ലുവൻസിൻ്റെ വാട്ട് ഈസ് എ പ്രൈമറി മോട്ടിവേഷൻ പാറ്റേൺ. ഡിസ്കസ് കനോട്ട് ബി സർട്ടിഫൈഡ് ഓൺലി ഓൺ എംപ്ലോയി ബിക്കോസ് ഹീസ്. ഓക്കെ, ഇതൊക്കെ വെറുതെ കയ്യിൽ നിന്നിട്ട് എഴുതാനുള്ളൂ. വെച്ചാൽ ഒരു എംപ്ലോയിക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു സൊസൈറ്റി ആണല്ലോ, ഒരു സൊസൈറ്റിയുടെ ഒരു പാർട്ടാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു എംപ്ലോയിക്ക് കിട്ടേണ്ട ഇമ്പോർട്ടൻസ് എന്താണ്, അയാൾ ഒരു വ്യക്തി എന്ന നിലയ്ക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ മൊബിലിറ്റിയുടെ കാര്യം, സെപ്പറേഷൻ്റെ കാര്യം, ഇൻഡക്ഷൻ്റെ കാര്യം, ഇത് മൂന്നും ഈ അവസാനത്തെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്.
നോക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ സാധനങ്ങൾ ഓഫ് കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതൊന്ന് ഉറപ്പായിട്ടും നോക്കുക. താങ്ക് യു.